അടുത്തത് ഇസ്രായേലിലേക്ക് ഒരാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ ഈ പ്ലാൻ ഒന്നും വർക്കാവില്ല. ഇപ്പോൾ ഇറാൻ ആദ്യമേ കയറി അടിക്കുന്നു, അത് ഇസ്രായേലിനെയാണ് കയറി അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൗദിയുടെയോ UAEയുടെയോ ഖത്തറിൻ്റെയോ ഒന്നും എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് തരാനായിട്ട് അമേരിക്കയ്ക്ക് പോയി ചോദിക്കാനും പറ്റില്ല. എന്നാൽ അതിൻ്റെ പേരിൽ അമേരിക്ക അടിക്കാനും പറ്റില്ല. മൊത്തത്തിൽ അമേരിക്കയെ എന്താ പറയുക ഒരു കുഴിയിലിടാനായിട്ട് ഇറാൻ ആദ്യമേ ആക്രമിക്കേണ്ടി വന്നാൽ ഇസ്രായേലിനെ ആയിരിക്കും അമേരിക്ക അടിക്കുന്ന ബുദ്ധിമോശം ഒരു കാരണവശാലും ഇറാൻ ചെയ്യില്ല. മാത്രമല്ല അമേരിക്കയുടെ ഈ ഒരു പേൾ ഹാർബർ മൂവ്മെന്റ് റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കുഴിയിൽ ഇറാൻ പോയി വീഴുകയുമില്ല. അതെ. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഇപ്പോൾ ഒപ്പം അടിക്കും, നാളെ അടിക്കും, പിന്നെ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ട്രംപ് ഇപ്പോഴും ശക്തമായി ഇറാനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് എന്ന്, അതായത് ശക്തമായി ഇറാനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഇറാന്റെ പേരിൽ ശക്തമായ ഒരു പ്രഷർ ടാക്ടിക്സ് ഇടാനായിട്ടാണ് നോക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ബിൽഡിംഗ് പ്രഷർ. ഇറാൻ ഇത് മുഴുവൻ അറിയാമെങ്കിൽ പിന്നെ ഇറാൻ ഇതെന്താ പ്രഷർ, അമേരിക്ക ആദ്യമേ ആക്രമിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവരവിടെ എങ്ങനെ വന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആ ഈ ഒരു പ്രഷർ ടാക്ടിക്സിന്റെ അകത്തെ പ്രഷർ തന്നെ ഇല്ലാതാവില്ലേ? അതെ, ഒന്നും നടക്കാൻ പോകുന്നില്ല, ചെയ്യാൻ കഴിയില്ല. ഇൻ കേസ് ഇസ്രായേലിനെ ആക്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ കഴിയുമോ? ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറയുന്ന ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആ ഒരു ലൈനിൽ ആയിരിക്കും ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത്. അതിനെതിരെ ഇസ്രായേൽ അവരവരുടെ പ്രതിരോധം സജ്ജമാക്കിയിരിക്കുക എന്നുള്ളേ ഉള്ളൂ. ആത്യന്തികമായിട്ട് സഹായമൊന്നും എന്താ പറയുക എല്ലാ കാലത്തൊന്നും എപ്പോഴൊന്നും കിട്ടിയെന്ന് വരില്ല. ഒരു ആക്രമണം കഴിഞ്ഞിട്ട് അമേരിക്ക ആരും സഹായിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. ഇറാൻ ആക്രമിക്കുന്ന ആദ്യത്തെ ആക്രമണത്തിൻ്റെ ആ ഒരു വേളയിൽ ഇസ്രായേൽ തന്നെ പ്രതിരോധിക്കും. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് അമേരിക്ക ഉണ്ടാവും. ബാക്കി ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം കോശി. അതായത് ഇപ്പോൾ അമേരിക്ക അത്യാവശ്യം എല്ലാവരെയും വെറുപ്പിച്ച് നിർത്തിയേക്കുന്നു. അതാണ് ഈ പ്രശ്നം. ലോകക്രമം മാറി, പൊളിറ്റിക്സ് മാറി എന്ന് എല്ലാവരും പറയുമ്പോൾ ഇതിന്റെ ഒരു ആത്യന്തികമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക മനുഷ്യരെ വെറുപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം മാറുന്നത്. ഈ ഒരു വേൾഡ് ഓർഡർ മാറുന്ന അമേരിക്ക മനുഷ്യരെ വെറുപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ടായിരിക്കും ഇറാൻ എന്നും നോക്കുക. അതാണ് ഇറാന് ലാഭകരവും.